ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനിതാ വൈകുന്നേരത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. സമയം ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അസ്രസ്കാരം കഴിഞ്ഞിട്ട് ഞാനിതാ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. പുറത്തുതാ നല്ല വെയിലാണ് കേട്ടോ, വെയിലും കാറ്റും. ഞാൻ വൈകുന്നേരത്തെ ഒരു സ്പെഷ്യൽ പക്കവട ആയിട്ട് ഉണ്ടാക്കുന്നത്. അതിനുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും മല്ലിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. മോനുണ്ട് കേട്ടോ ഇവിടെ, അവന് പനിയായതുകൊണ്ട് ക്ലാസ്സിൽ പോയിട്ടില്ല. മോൾ ഇവനെ കോളേജിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവനാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അങ്ങനെ ഞാനിതാ ഉള്ളി ഇഞ്ചിയും പച്ചമുളകും മല്ലിയിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരു സ്പെഷ്യൽ പക്കവട ഉണ്ടാക്കണമെന്ന്. ഇതാണ് കേട്ടോ സ്പെഷ്യൽ. നമ്മുടെ കപ്പ പുഴുങ്ങിയിട്ട് ഞാൻ അതിനെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കുകയാണ്. അങ്ങനെ ഞാനിതാ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ 1 കപ്പ് കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഇതാ അതേ കപ്പിൽ തന്നെ 1 കപ്പ് റവ അതും ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കണം, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, കറുവേപ്പിൻ്റെ ഇല എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ലൂസാക്കി എടുക്കണ്ട. കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു 1/2 ടീസ്പൂണ്. ഇനി ഇതിനെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മാവൊക്കെ ഇതാ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഞാനിതാ അതിലേക്ക് കുറച്ച് ചമ്മന്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതാ ഒന്ന് താളിച്ച് കൊടുത്തേക്കാണ്. അങ്ങനെ നല്ല ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് പക്കോട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചട്ടിയൊക്കെ ഞാനിതാ ചൂടാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവ് ഇതാ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം ഞാനിതാ അതിലേക്ക് സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ മാവ് ഇട്ട് കൊടുക്കുകയാണ്. മാവ് പൊന്തി വരുമ്പോൾ നമുക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലാ ഭാഗവും ഒരേപോലെ വെന്ത് കിട്ടുള്ളൂ. പക്കവട എന്താ വേവാത്തത് നോക്കുമ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ വേഗം ഗ്യാസ് കുറ്റിയൊക്കെ ഒന്ന് മാറ്റി വെച്ചു. എന്നിട്ടാണ് കേട്ടോ പിന്നെ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ തന്നെയാണല്ലേ, നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ആദ്യത്തെ പക്കവട പിന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ. അതങ്ങനെ എണ്ണ കുടിച്ചു കേട്ടോ. നമ്മൾ ഗ്യാസ് കുറ്റി മാറ്റി വയ്ക്കുമ്പോഴേക്കും പിന്നെ അതൊക്കെ മാറ്റിയതിന് ശേഷം ഞാനിതാ 2ാം പ്രാവശ്യം ഇട്ടതാണ് കേട്ടോ ഇത്. നമ്മുടെ പക്കവടയൊക്കെ ഇതാ കറക്റ്റായി വന്നിട്ടുണ്ട്. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സൗണ്ട് വെക്കുമ്പോൾ തന്നെ അറിയില്ലേ എത്രത്തോളം പെർഫെക്റ്റായി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പക്കവട. അങ്ങനെ ബാക്കിയുള്ളതും കൂടി ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും ഇതാ ഞങ്ങൾക്കുള്ള കട്ടൻ ചായയൊക്കെ ഒന്ന് വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ പക്കവടയും ചായയൊക്കെ ആകുമ്പോഴേക്കും ഇതാ മോള് ഉക്കിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. മോളിനെ വിളിക്കാൻ പോയിക്കായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ വന്നത് നേരെ കിച്ചണിലേക്ക് വന്നിട്ട് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും കറണ്ട് പോയി കേട്ടോ. പിന്നെ നമുക്ക് മേലെ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മേലെ പോയിട്ടാണ് കേട്ടോ കഴിക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്കവട ചമ്മന്തി കൂട്ടി കഴിക്കാൻ. മോൾക്ക് നന്നായി ഇഷ്ടമായി. അങ്ങനെ ഇതാ നമ്മുടെ കൊള്ളിക്കിഴങ്ങും ഉണ്ട് കേട്ടോ. കൊള്ളിക്കിഴങ്ങ് പറഞ്ഞാൽ കപ്പ, ഇവിടെയൊക്കെ കൊള്ളിക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയുക. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. കപ്പ കിട്ടിയാൽ അടിപൊളിയായിരുന്നു. എന്നിട്ട് ഞാൻ മോളുടെ പറഞ്ഞതാണ് കേട്ടോ അത് കൊള്ളിക്കിഴങ്ങാണെന്ന്. അപ്പോൾ അവൾ പറയുക അല്ല പറയാണ്. ഞാൻ അതേ നോക്കി നോക്ക് എന്നൊക്കെ പറയുകയാണ്. പക്ഷെ അറിയണേ ഇല്ല കേട്ടോ അത് കപ്പയും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണതെന്ന്. അങ്ങനെ നമ്മുടെ പൊക്കവടയൊക്കെ കൂട്ടി ഞങ്ങൾ ചായ കുടിക്കാൻ കേട്ടോ. അത്രയൊക്കെയല്ലോ കേട്ടോ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം.
അടുത്തൊരു വീഡിയോ ഞാൻ വരാം. എല്ലാ കൂട്ടുകാർക്കും ബായ്.